കേരള നിയമസഭ പ്രക്ഷുബ്ധമാണ്. സഭാംഗങ്ങളുടെ വാക്കുകൾ കുറിച്ച് റിപ്പോർട്ടർമാർ. മറ്റുള്ളവരെ പോലെ വേഗത്തിൽ എഴുതാൻ കഴിയാത്ത ചിലർ കാര്യങ്ങൾ ഇടത്തേക്ക് വന്നെങ്കിലെന്ന് ആഗ്രഹിച്ചു. ഞാനന്ന് ഇന്ത്യൻ എക്സ്പ്രസ്സിലായിരുന്നു. അപ്പം ഞങ്ങൾ പറഞ്ഞു, ഇപ്പം അന്ന് റൈറ്റ് സൈഡിൽ മാത്രം ഉള്ള ചെയറുകളായിരുന്നു. അപ്പം എഴുതാൻ ബുദ്ധിമുട്ടായിരുന്നു. ഒരു ലെറ്റർ ഇങ്ങനെ ഡ്രാഫ്റ്റ് ചെയ്ത് രാധാകൃഷ്ണൻ സ്പീക്കറിൻ്റെ ഓഫീസിൽ കൊടുക്കാമെന്ന് പറഞ്ഞു. അപേക്ഷ കൊടുത്തു. അങ്ങനെ അപേക്ഷ കൊടുത്തു. ഉടനെ തന്നെ തീരുമാനം എടുത്തു. അടുത്ത സമ്മേളനമായപ്പോഴത്തേക്കും 2 കസേര ഇങ്ങനെ ആക്കി. ഒരു ആക്ച്വൽ ഫീല് കിട്ടണമെങ്കിൽ നമ്മൾ തന്നെ എഴുതുന്നതിൻ്റെ ഒരു ഫീലുണ്ട് അതിൻ്റെ അകത്ത്. അതാണ് പ്രധാനമായിട്ടുള്ളത്. സ്പീക്കറിന് അങ്ങനെ അതിനു മുമ്പ് ഇങ്ങനെ ഒരു സാധ്യത ഉണ്ടെന്ന് പോലും അവരാരും കരുതുന്നില്ലല്ലോ. ഞാൻ പിന്നെ പ്രത്യേകിച്ച് ഒരു ഇടതുപക്ഷം എന്നുള്ള നിലയ്ക്ക് ഇടത് കൈകൊണ്ടിരുന്ന ആളുകളോടുള്ള പ്രത്യേകതയുണ്ട്. അത് തീർച്ചയായിട്ടും വലതും ഇടതും വ്യത്യാസമില്ലാതെ, അതാണ് വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഒരേപോലെ തന്നെ എല്ലാം കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു തെളിവാണ്. എല്ലാ കൈയക്ഷരങ്ങളെയും പരിഗണിക്കാൻ കഴിയുന്ന വിശാലമായ റൈറ്റിംഗ് ബോർഡുകളാണ് ഇന്ന് നിയമസഭയിലുള്ളത്. വർഷങ്ങൾക്ക് മുമ്പ് ഇവർ ഉന്നയിച്ചൊരു ചോദ്യമാണ് ഇൻക്ലൂസീവായ കാഴ്ചപ്പാടിലേക്ക് നടക്കാൻ എല്ലാവർക്കും സഹായമായത്. ആ മാറ്റം ഇന്ന് നമുക്ക് പുറത്തും കാണാം. കഴിക്കുന്ന തിരക്കിലാണല്ലേ? അപ്പം അളകാന്തേ, ഇടത്തെ കൈകൊണ്ടാണോ കഴിക്കുന്നത്? പണ്ട് മുതലേ എങ്ങനെയാ? ആൾക്കാർ പറയും, പക്ഷെ അച്ഛനും അമ്മയൊന്നും അങ്ങനെ ഇടത്തെ കൈ കൊണ്ട് തന്നെ മതി എന്ന് പറയും. ഏത് കൈ കൊണ്ട് കഴിക്കുന്നതാ ഇഷ്ടം? ഇടത്തെ കൈ. അതിൽ ആശംസകൾ ടൈപ്പ് ചെയ്യണല്ലേ? ഈ ദിവസം നിങ്ങളെ സംബന്ധിച്ച് എങ്ങനെയാണ്? ഈ ദിവസം എനിക്ക് എൻ്റെ ഒരു വ്യൂ പോയിന്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ലെഫ്റ്റ് ഹാൻഡേഴ്സിന് അവർ 7% ഉള്ളൂ, എന്നിട്ടും അവർക്ക് വേണ്ടത് കിട്ടുന്നില്ല. ഇപ്പോഴും പല സ്ഥലത്തും ഈ സ്റ്റിഗ്മ നിൽക്കുന്നുണ്ട്. ഇടത്ത് കൈയാണെങ്കിൽ വീടിൻ്റെ ശാപം ഇയാളാണെന്നൊക്കെയുള്ള രീതിയിൽ. അപ്പം ഐ തിങ്ക് ഈ ലെഫ്റ്റ് ഹാൻഡേഴ്സ് ഡേ അതിനൊരു അവയർനെസ് ആണ്. ഞങ്ങളും മനുഷ്യരാണ്. നന്നായി വഴങ്ങുന്നതിൻ്റെ, മനസ്സിണങ്ങുന്നതിൻ്റെ കാര്യമാണ്. ഇവർക്ക് ഇടം കൈയാണ് സൗകര്യം, എനിക്കിതും. എന്തായാലും വൈവിധ്യങ്ങൾ നിലനിൽക്കട്ടെ. മനോഹരമായി സ്വാഭാവികമായി അവർ വളർന്നു മുന്നേറട്ടെ. ലതീഷ് വെൺപകലിനൊപ്പം രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.